ഹോർമുസ് കടലിടുക്കിൽ ആശങ്ക തുടരുകയാണ്. 2 ഇന്ത്യൻ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ 4 കപ്പലുകളെ ഇന്ത്യൻ മേഖലയിൽ നിന്ന് പിൻവലിച്ചു. ദേശ് ഗരിമ എന്ന കപ്പൽ മാത്രമാണ് ഇന്നലെ ഹോർമുസ് കടന്നത്. സംഭവത്തിൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ഇറാനിയൻ അംബാസഡറോട് ആശങ്ക അറിയിച്ചു. ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമുസിലൂടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കണമെന്നും വിക്രം മിശ്രി സൂചിപ്പിച്ചു. വിഷയം ഇറാനിലെ അധികാരികളെ ധരിപ്പിക്കാമെന്ന് മുഹമ്മദ് ഫത്താലി ഉറപ്പു നൽകി. അജയ് സുധാ വിജയ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇന്ത്യക്ക് മുന്നിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുകയാണ് ഈ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണം എന്ന് പറയുന്നത്. ഇതിൽ ഇറാനെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചോ? ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇതിൽ എന്താകാനാണ് സാധ്യത കൂടുതൽ? അനുശ്രീ, സംഘർഷം തുടങ്ങിയത് മുതൽ ഇന്നുവരെ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ അങ്ങനെ പറയത്തക്ക ആക്രമണങ്ങളോ അതുപോലെ ഭീഷണികളോ ഉണ്ടായിട്ടില്ല. മേഖലയിലൂടെ ഇറാന്റെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് സുഗമമായി കടന്നുപോകാം എന്ന് തന്നെയായിരുന്നു ആദ്യം മുതൽ തന്നെ ഇറാൻ എടുത്ത നിലപാട്. ഇതനുസരിച്ച് ഇന്ത്യൻ കപ്പലുകളെ സംഘർഷം ആരംഭിച്ച ഫെബ്രുവരി 28-ന് ശേഷവും ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ ഇറാൻ അനുവദിച്ചിരുന്നു. അതുപോലെ ഇന്ത്യൻ കപ്പലുകളിൽ നിന്ന് ടോൾ പിരിക്കില്ല എന്നും ഇറാൻ ഇടയ്ക്ക് അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഹോർമുസ് വീണ്ടും ഇറാൻ അടയ്ക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് ഇപ്പോൾ യു എസുമായി ഉണ്ടായ ധാരണ പ്രകാരം ഈ വെടിനിർത്തൽ കാലയളവ് മുഴുവൻ ഹോർമുസ് കടലിടുക്ക് തുറന്നിടുമെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. ഇതനുസരിച്ചുകൊണ്ട് ഇറാൻ പൂർണ്ണമായി ഹോർമുസ് കടലിടുക്ക് തുറന്നതാണ്. ടോൾ പിരിവ് ഉൾപ്പെടെ എടുത്തു കളഞ്ഞിരുന്നു. പക്ഷേ അമേരിക്ക ഇറാൻ കപ്പലുകൾക്ക് മേലുള്ള ഉപരോധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ ആ ഉപരോധം തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന പശ്ചാത്തലത്തിലാണ് നിലവിൽ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മറ്റ് ഇന്ത്യൻ കപ്പലുകളോട് തിരിച്ചു പോകാനും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മേഖലയിലൂടെ മറ്റൊരു രാജ്യത്തിൻ്റെ കപ്പലുകളെ ഇതുവരെ ഇറാൻ കടത്തിവിട്ടിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയാണ് വെടിവയ്പ് ഉണ്ടായത്. ഈ വെടിവയ്പിൽ ചില കണ്ടെയ്നറുകൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചതായിട്ടാണ് വിവരമുള്ളത്. ഒമാൻ തീരത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെയും 25 നോട്ടിക്കൽ മൈൽ അകലെയുമാണ് ഈ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതെന്നാണ് വിവരം. ഈ 2 കപ്പലുകൾ ആക്രമണ വിധേയമായതിന് പിന്നാലെ മറ്റ് 4 കപ്പലുകളെ കൂടി ഇന്ത്യ മേഖലയിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കപ്പൽ ദേശ് വൈഭവ് ഈ ദേശ് ഗരീമ എന്ന് പറയുന്ന ഒരു കപ്പൽ മേഖലയിലൂടെ കടന്ന് ഇന്ത്യയിലേക്ക് വന്നതായിട്ടാണ് റിപ്പോർട്ട്. ഈ ദേശ് ഗരീമ എന്ന കപ്പൽ മാത്രമാണ് നിലവിൽ ഹോർമുസ് കടലിടുക്ക് ക്രോസ് ചെയ്തത്. മറ്റെല്ലാ ഇന്ത്യൻ കപ്പലുകളെയും ഹോർമുസിൽ നിന്ന് നിലവിൽ ഇറാൻ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയാണ്. ഇന്ത്യയിൽ വലിയ തോതിലുള്ള ഒരു ഇന്ധന പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറന്ന് ഇന്ത്യയിലേക്ക് ഗതാഗതം അനുവദിച്ച പശ്ചാത്തലത്തിൽ അത് വലിയ ആശ്വാസമായിരുന്നു. ഇറാനിൽ നിന്നുൾപ്പെടെ ഈ ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ LPG ഗ്യാസ് ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് വരുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ഇത് മുൻപത്തെ ഒരു വളരെ കടുത്ത ചുറ്റുപാടിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു സുഗമമായിട്ടുള്ള ഒരു ഗ്യാസ് ട്രാൻസ്മിഷനൊക്കെ വഴിവെച്ചിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോഴും പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇറാൻ ഈ ഹോർമുസ് കടലിടുക്ക് അടച്ച പശ്ചാത്തലം അത് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. വിഷയത്തിൽ ഇന്ത്യ ഇറാനെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മിശ്രി ഇറാന്റെ അംബാസഡറായിട്ടുള്ള മുഹമ്മദ് ഫത്താലിയെ ഡൽഹിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യക്കുള്ള ആശങ്ക അറിയിച്ചത്. ഇന്ത്യ ഇറാനോട് പങ്കുവച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഇറാൻ ഇന്ത്യൻ കപ്പലുകളെ മേഖലയിലൂടെ യാത്ര ചെയ്യാൻ അനുവദിച്ചിരുന്നു. ഇന്ത്യയുടെ വ്യാപാര കപ്പലുകൾക്കാണെങ്കിലും ഇന്ത്യയുടെ നേവൽ ഉദ്യോഗസ്ഥർക്കാണെങ്കിലും അവരുടെ സുരക്ഷയിൽ വലിയ ഒരു പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കണം, ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും ഈ വിക്രം മിശ്രി മുഹമ്മദ് ഫത്താലിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ഇക്കാര്യത്തിലെ ആശങ്ക ഇറാനെ അറിയിക്കണമെന്നും മുഹമ്മദ് ഫത്താലിയോട് അറിയിച്ചു. ഇക്കാര്യത്തിൽ മുഹമ്മദ് ഫത്താലി ഇന്ത്യക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ഇക്കാര്യത്തിലെ ആശങ്കകൾ അതുപോലെ തന്നെ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷ നൽകണമെന്ന ഒരു അറിയിപ്പ് ഇതുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഇറാനിലുള്ള മറ്റ് ഉന്നത ഭരണാധികാരികളെ അറിയിക്കും എന്നാണ് ഇപ്പോൾ നിലവിൽ ഇറാനിയൻ അംബാസഡർ ഇന്ത്യക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യം ഒരു ആശ്വാസകരം തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ പൂർണ്ണമായിട്ടും ഇറാനെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത് എന്നത്
എന്നതും ശ്രദ്ധേയമാണ്. വിഷയത്തിൽ ഇന്ത്യ പ്രതിഷേധം പോലുമല്ല അറിയിച്ചിരിക്കുന്നത്, ഇന്ത്യയുടെ ഒരു ആശങ്ക പങ്കുവയ്ക്കുകയായിരുന്നു. അപ്പോൾ ഈയൊരു നിലപാടിൽ ഇപ്പോൾ ഇറാനെ പിണക്കിക്കൊണ്ടുള്ള ഒരു നിലപാടെടുത്താൽ അത് ഇന്ത്യക്ക് തന്നെ തിരിച്ചടിയാകും. കാരണം മേഖലയിലൂടെ ഇനിയും നിരവധി ഇന്ത്യൻ കപ്പലുകൾ തീരത്തേക്ക് എത്തേണ്ടതുണ്ട്. ഒരുപാട് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി എന്നുൾപ്പെടെയുള്ള കപ്പലുകളെ മേഖലയിൽ നിന്ന് ഇറാൻ തിരിച്ചുവിട്ടിരുന്നു. അപ്പോൾ നിരവധി കപ്പലുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. സന്മാർ ഹെറാൾഡ്, അതുപോലെ തന്നെ ദേശ് വൈഭവ്, ദേശ് വിഭോർ, അങ്ങനെ നിരവധി കപ്പലുകളെയാണ് ഇന്നലെ ഇറാൻ തിരിച്ചയച്ചത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ കപ്പലുകൾ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ എത്തേണ്ട ആവശ്യകതയുണ്ട്. എന്നാൽ മാത്രമേ ഇന്ത്യയിലുള്ള ഇന്ധന പ്രതിസന്ധി ഉൾപ്പെടെ ഒന്ന് ലഘൂകരിക്കാനാവുകയുള്ളൂ. മറ്റ് പല മേഖലകളിലും ഇപ്പോൾ ഇന്ധന പ്രതിസന്ധി, അതുപോലെ LPG മേഖലയിലുള്ള പ്രതിസന്ധി, ഇപ്പോൾ കർഷകർക്കുള്ള വളങ്ങൾ ലഭിക്കാത്ത ഒരു കാര്യം, അപ്പോൾ ഇത്തരത്തിൽ പല മേഖലകളിലും ഇന്ത്യ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇതിനെല്ലാം പരിഹാരം ഹോർമുസിൽ നിന്ന് കപ്പലുകൾ വന്നാൽ മാത്രമാണ്. അതുകൊണ്ട് ഇറാനോട് ഇന്ത്യ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള ഒരു സൗഹൃദ നിലപാട് അത് ഇനിയും മാറ്റിയിട്ടില്ല. ആ ഒരു സൗഹൃദ നിലപാട് തന്നെ തുടർന്നുകൊണ്ട് ഇന്ത്യയുടെ ആശങ്കകൾ അത് ഇറാനെ അറിയിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം ഇറാനിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അജയ് പറയും പോലെ പോസിറ്റീവായുള്ള ഒരു സമീപനം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ തുടരുന്ന സൗഹൃദം അതുപോലെ തന്നെ തുടരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രതികൂലമായൊരു മറുപടിയാണ്, പ്രതികൂലമായൊരു നിലപാടാണ് ഉണ്ടാകുന്നതെങ്കിൽ പിന്നീട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം ഏത് രീതിയിലായിരിക്കും, ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് എങ്ങനെയായിരിക്കും എന്നതിൽ എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? ഇതിനു മുൻപേയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ പലതവണ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഇത്തരത്തിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട രാഷ്ട്ര നേതാക്കൾ തന്നെ ഇറാനിലെ സാഹചര്യങ്ങൾ അത് ചോദിച്ചറിയുകയും അതുപോലെ തന്നെ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മിശ്രിയാണ് ഇറാനിലെ അംബാസഡറിനോട് സംസാരിച്ചത്. ഇപ്പോൾ ഇതിൽ പരിഹാരമൊന്നും ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയം മറ്റ് ഉന്നത തലങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതകളുണ്ട്. ഇത്തരത്തിൽ മുൻപ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാൻ ഇപ്പോൾ ഇന്ത്യൻ കപ്പലുകൾക്ക് ഇപ്പോൾ ഇന്ത്യൻ നാവികസേന തന്നെ ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഒരു സുരക്ഷിതമായി ഹോർമുസ് കടക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇന്ത്യൻ ഫ്ലാഗുള്ള കപ്പലുകളെ മേഖലയിലൂടെ സുഗമമായി കടന്നുപോകാൻ ഇറാൻ അനുവദിച്ചിരുന്നു. അപ്പോൾ ഈയൊരു സംഘർഷം രൂക്ഷമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉന്നത തലങ്ങളിലുള്ള സമ്മർദ്ദം ശക്തമാക്കുക തന്നെയായിരിക്കും ഇന്ത്യയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അമേരിക്ക ഇപ്പോൾ ഈ ആയത്തുള്ള അലി ഖമനേയെ വധിച്ച ആ കാര്യത്തിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ അനുശോചനം അറിയിച്ചിരുന്നു. ഇന്ത്യയുടെ പ്രതിനിധി ഡൽഹിയിലുള്ള ഇറാന്റെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ഈ അനുശോചന ബുക്കിൽ ഒരു കുറിപ്പ് ഇന്ത്യയുടെ സന്ദേശം രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ ഒരു സൗഹൃദപരമായിട്ടുള്ള ഇറാനോടുള്ള നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ ഇനി സാഹചര്യം എത്രത്തോളം രൂക്ഷമായാലും ഈ സൗഹൃദപരമായിട്ടുള്ള സമീപനത്തിൽ തന്നെയായിരിക്കും ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്ക് എന്ന് തന്നെയാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ അനുമാനിക്കാനാകുന്നത്. അതേസമയം തന്നെ US ഇറാൻ സമാധാന ചർച്ചയിൽ പ്രതിസന്ധി തുടരുകയാണ്. അമേരിക്കയുമായി ഒരു കരാർ ഉണ്ടാക്കാനുള്ള സാധ്യത വിദൂരമെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.